ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സ്വർഗം പോലൊരു വീടാണ്. വെറുതെ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടോട്ടാ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കാണ് നമ്മൾ സാധാരണ വീടിന്റെ ഫ്രണ്ടിലാണ് വീഡിയോ ചെയ്ത് പോകണം. ഈ വീട് 2 എൻട്രൻസ് ഉണ്ട്, അതും വളരെ തുച്ഛമായ വിലക്ക്. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ വില കേട്ട തലേ കൈ വെച്ചു കണ്ടോ. ഈ വീടിന്റെ പുറകിൽ നിന്ന്, അതായത് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ആദ്യം എടുക്കണം. ബാക്ക് സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് എങ്ങനെ ഉണ്ടാകും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണോട്ടാ. കണ്ട ഈ വീടിന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ 31 സെന്റ് സ്ഥലം, അതിനകത്ത് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചതേ ഈ കാണണം. കണ്ട എന്താ പറയുക, സ്വർഗം ഒരു പൂന്തോട്ടവും കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് വേറെ സസ്പെൻസ് ഉണ്ട്. അതിപ്പോ ഈ ലാസ്റ്റ് ചെല്ലുമ്പോൾ കാണുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത ഒരു ഐറ്റം ഉണ്ട്. നാരകമൊക്കെ കണ്ട എല്ലാം നല്ല ഫ്രൂട്ട്സിന്റെ മരങ്ങൾ എല്ലാനും ആവശ്യത്തിൽ കൂടുതൽ എന്ന് പറയാം. ഇത് ചെമ്മിപ്പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറഞ്ഞ പുളി കറിക്കൊക്കെ ഉപയോഗിക്കണം. ഇത് കണ്ട ഇതേ ഷട്ടിൽ കോർട്ട്, എന്തൊക്കെ ഐറ്റമാണെന്നറിയും. ഞാനിത് നിങ്ങൾ നടന്ന് കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് കണ്ടു നോക്കട്ടെ. ഒരു വീട് ഇതേകൂടി സെറ്റാക്കിയിട്ടുണ്ടല്ലോ, ഇത് വെറുതെ ഒരു തുച്ഛമായ വിലക്ക് കൊടുക്കും. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ആരും ലൈക്ക് അടിക്കാൻ പോകരുത്. കാരണം ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചാൽ പിന്നെ ഏത് വീടിനാണ് ലൈക്ക് അടിക്കണം. കണ്ട കാശുമാവ്, അതായത് പറങ്കി മാവെന്നൊക്കെ പറഞ്ഞ നമ്മുടെ കാശു യൂണിറ്റിന്റെ ഇത്, അത് അവരുടെ ഇതാണ് ആത്തച്ചക്ക, റംബൂട്ടാൻ, എന്തൊക്കെ മരങ്ങൾ വേണം നിങ്ങൾക്ക്, എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളത് കണ്ട. എന്തായാലും ലുക്ക് നോക്കി. ഇത് വീടിന്റെ ബാക്ക് സൈഡ് കണ്ട, നിങ്ങൾ ആലോചിക്കണോ ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് സൈഡ് എന്തായിരിക്കും. എല്ലാ സെറ്റപ്പും ഉണ്ട്. കാണാൻ തന്നെ അത്ര ഐശ്വര്യം ഉള്ളൊരു വീടാണ്. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ കാണാം. മഴവെള്ള സംഭരണി, അതായത് മഴവെള്ളത്തിന് ഇതിൽ കിണർ വേണം. പിന്നെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട്, അതും ഉണ്ട്. എല്ലാ സെറ്റപ്പും പപ്പായ ഉണ്ടാക്കണ, അത് നമ്മുടെ പച്ച കളറിലിടാ, മഞ്ഞ കളറില ഉണ്ടാ, മഞ്ഞ കളറിലെ പപ്പായ. ഇത് ഈ വീട്ടിൽ നിങ്ങൾ പുറത്തോട്ടിറങ്ങിയാണെങ്കിൽ വേറെ പോസിറ്റീവ് വൈബാണെന്നുള്ളത് നമുക്ക് മനസ്സിനൊക്കെ കണ്ട. ഈ ചെടികളൊക്കെ കണ്ട എല്ലാനും ഒന്നിനൊന്നും മെച്ചോളൂ. ഇതിവിടെ ഒരു ഹട്ട് ശരിയാക്കിയുണ്ട്. അതായത് ഇല്ലിയുടെ ഉള്ളിൽ ഒരു ഹട്ട് കണ്ട, 4 സൈഡിലും ഇല്ലി നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ നടുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്. എത്ര വെയിലുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കൂളിംഗ് ആയിരിക്കും എന്നുള്ളത്. നമുക്കിവിടെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, അല്ല ബുക്ക് വായിക്കുക, മൊബൈൽ നോക്കി എന്തൊക്കെ ചെയ്യാം, ലാപ്ടോപ്പിൽ എന്തെങ്കിലും പണിയെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. 2 വലിയ മീൻകുളം. ഇതിനകത്ത് ഇറക്കുന്ന മീനെ കണ്ട, ഇതിന്റെ മീൻ ഇപ്പൊ മുകളിലത്തെ തൊഴിലോട്ട് മാറ്റി 2 വേണം. വലിയ മീൻകുളം ഉണ്ടാ, അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തലേ കൈ വെച്ചു. അതേ കൂട്ടത് സീതപ്പഴമൊക്കെ ഉണ്ടാക്കി കിടക്കണണ്ട. ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഇല്ലെന്ന് പറയരുത്. കണ്ട ആവശ്യത്തിന് പറിച്ച് വെച്ചോളാം. കണ്ട എന്താ വലിപ്പം നോക്കി, എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ മീൻകുളത്തിൽ കിടക്കണ മീൻ അടക്കൊണ്ട വിൽപ്പന. നാരകമൊക്കെ കണ്ട സീഡ്ലെസ് അല്ല.